വരണ്ടേ? വാ മോള് വാ. ഇതാരാ? നാട്ടിലുള്ളതാ, തങ്കേച്ചിയുടെ മോള്. ഗോപാലേട്ടൻ ഇത്തവണ ഗൾഫിൽ നിന്ന് വന്നിട്ട് നാട്ടിൽ പോയില്ലല്ലോ. നീ ഇനി നുണ പറഞ്ഞ് കഷ്ടപ്പെടുന്നു. കൊച്ചിനോട് ഞാനെല്ലാം പറഞ്ഞു. ഞാൻ ആരോടും ഒന്നും പറയില്ലെന്ന് ഗോപാലേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ഗോപാലേട്ടന്റെ കഥകളൊക്കെ കേട്ടപ്പോ പാവം തോന്നി. ഈ കൊച്ചൊരാവശ്യത്തിന് വേണ്ടി സിറ്റി വന്നതാ. ഇന്ന് നമ്മളോടെ ഉണ്ടാവും. ആ മോള് വാ. അച്ഛന്റെ ചക്കര മോളാ. അച്ഛന്റെ നാട്ടിലുള്ള ചേച്ചിയാ മോളെ. വാ മോളെ. എന്താ മോളുടെ പേര്? ഭാഗ്യ. ആഹാ. ആ മോളെ, ഈ ബാഗ് കൂടെ എടുത്തു. അയ്യോ വേണ്ട മോളെ, ചേച്ചി എടുത്തോളാം. ചേച്ചി വാ. പാവങ്ങളാ. തങ്കേച്ചി പണ്ട് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും മറക്കാൻ പറ്റില്ല. ഓ, അതിപ്പോ നമ്മുടെ നാട്ടിലും പഴങ്കഞ്ഞിക്കടയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നല്ല തിരക്കാന്നേ. അവര് സൂഹിക്കാൻ വേണ്ടി കഞ്ഞി കുടിക്കുന്നു, നമ്മള് ജീവിക്കാൻ വേണ്ടി കഞ്ഞി കുടിക്കുന്നു. ഞങ്ങള് ഗോപാലേട്ടന്റെ നാടൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ എപ്പോഴും പറയാ അച്ഛനോട് ഞങ്ങളെ കൊണ്ടുപോകാൻ, പക്ഷേ അച്ഛൻ കേൾക്കൂല. ആണോ? എങ്ങനെ കൊണ്ടുപോവാന്? ഗോപാലന്റെ അറബിയുടെ വലം കൈയായിട്ട് നടക്കുകയല്ലേ. വീട് മാമ, ദാരിദ്ര്യായാലും നിങ്ങൾ സന്തോഷത്തോടെയല്ലേ ജീവിക്കുന്നത്? അതെ മോളെ, ഒരു കുറവും ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഇല്ലായ്മ ഒരു കുറ്റമൊന്നുമല്ലല്ലോ. എന്നെ കൊണ്ടാവുന്ന ദുരിതങ്ങൾ ഞാനും കൊടുക്കുന്നുണ്ടേ. സുഖമില്ല, ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർമാരെ കാണലും ഓട്ടോ ഒക്കെ ഉണ്ട്. ആ കൊച്ചു കഞ്ഞി കുടിക്കട്ടെ, വെറുതെ ഇരുന്ന് ഓരോന്ന് പറഞ്ഞിട്ട്. മോള് മാമനെ കുറിച്ച് നാട്ടിലൊന്നും ചെന്ന് പറഞ്ഞേക്കല്ലേ. കാശുകാരനാന്ന് വിശ്വസിക്കുന്നവര് അങ്ങനെ അങ്ങ് വിശ്വസിച്ചോട്ടെ. നീ കുറച്ച് കഞ്ഞിയോട് ഒഴിച്ചു കൊടുക്കും സുനന്ദേ. അയ്യോ വേണ്ട വേണ്ട, എന്റെ വയറ് നിറഞ്ഞു പൊട്ടാറായി. ഏയ് എന്തായി കാണിക്കുന്നെ? എടോ, അത് അങ്ങനെ കഴിക്കേണ്ടത്. ഞങ്ങൾ ഈ കാട്ടിൽ വന്നിട്ട് 10-14 വർഷമായി. ഇതിനിടയിൽ നിങ്ങളെ പോലെ ഒരുപാട് ആളുകൾ വന്നു പോയിട്ടുണ്ട്. എല്ലാവരും വഴിയേറ്റി വന്നവരാ. നാളെ രാവിലെ ആകുമ്പോ ഇതൊക്കെ അങ്ങ് ഒതുങ്ങുമായിരിക്കും അല്ലേ? അങ്ങനെ തീർത്ത് പറയാൻ പറ്റില്ല. ചിലപ്പോ ഈ പിടുത്തം 2-3 ദിവസം പിടിച്ചെന്ന് വരും. അപ്പൊ പിന്നെ പകലെന്നോ രാത്രിയെന്നോ തിരിച്ചറിയാനും പറ്റും. അപ്പൊ അത് കഴിഞ്ഞിട്ടേ പോവാൻ പറ്റൂ? സംശയം എന്താ? നിങ്ങൾ വെറുതെ പറഞ്ഞു പേടിപ്പിക്കാതെ. അവർക്ക് ഭാഗ്യമുണ്ടെങ്കിലേ നാളെ കാലത്ത് തന്നെ മഞ്ഞുരുകും. കുടിക്കും മക്കളെ. ഇതിന് നല്ല ചൂടില്ലേ? എങ്ങനെയാ ഇത് കുടിക്കുന്നേ? ഇങ്ങനെ മോനിതൊക്കെ നല്ല പരിചയമാണല്ലോ. തറവാട്ടിൽ മുത്തശ്ശിയുണ്ട്. മുത്തശ്ശി ശീലിപ്പിക്കുന്ന ഇതൊക്കെ. ദേ ഇപ്പൊ ഒന്ന് തൊട്ടു നോക്കി. ഓക്കെ ആണോ? ആ ഓക്കെ. അപ്പൊ ഇനി വേറെ ഒന്നും ആലോചിക്കാനില്ല. ദേ ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് അങ്ങോട്ട് കഴിക്കുക. കളരിക്കൽ തറവാടിന്റെ വിശ്വസ്തരായി ഞങ്ങളുടെ തലമുറ മാറിയിട്ട് പതിറ്റാണ്ടുകളേറെയായി. അറിയാൻ തിരുമേനി, എനിക്കറിയേണ്ടത് ആ തറവാട്ടിലേക്ക് വിവാഹം കഴിച്ച് അയപ്പിച്ചാൽ എന്റെ മകൾ സുരക്ഷിതയായിരിക്കുമോ എന്നാണ്. അങ്ങേക്ക് കളരിക്കൽ തറവാടുമായിട്ടുള്ള ബന്ധത്തെയൊക്കെ ഞാൻ മാനിക്കുന്നു. പക്ഷേ ഇതൊരമ്മയുടെ അപേക്ഷയാണ്. സത്യം പറഞ്ഞും പ്രവർത്തിച്ചുമാണ് എനിക്ക് ശീലം. കളരിക്കൽ കുടുംബത്തിന് അതിശക്തമായൊരു ശാപചരിത്രമുണ്ട്. അത് തുടങ്ങിയത് വർഷങ്ങൾക്ക് മുൻപ് ഇവിടത്തെ നാടുവാഴിയായിരുന്നത് കളരിക്കൽ കുടുംബത്തിന്റെ അവകാശിയാണ്. അന്ന് അദ്ദേഹം ചെയ്തൊരു തെറ്റാണ് ഇന്ന് ഈ കുടുംബത്തെ വേട്ടയാടുന്നത്. I have a wish to stay with this beautiful lady tonight. എന്തായി പറയണേ? മഹാപാപം അതൊന്നും നടക്കില്ല. ഒടുവിൽ ഗത്യന്തരമില്ലാതെ തമ്പുരാൻ അതിന് സമ്മതിക്കേണ്ടി വന്നു. പ്രാണേശ്വരുടെ വിയോഗത്തിൽ പ്രാണവേദനയോടെ അയാൾ കളരിക്കൽ തറവാടിനെ ശപിച്ചു. കളരിക്കൽ നാട്ടുവംശത്തെ പുരുഷന്മാർ ആദ്യവേളി കഴിച്ചെത്തുന്ന കന്യകമാർ സർപ്പദംശനം മൂലം മരിക്കാൻ ഇടവരട്ടെ.
പക്ഷെ ഇന്നും ആ ശാപത്തിന്റെ ശക്തി ശമിച്ചിട്ടില്ല. ഇവിടെ എന്റെ മുന്നിൽ നിങ്ങൾ ചോദിച്ചത് ഒരു പെൺകുട്ടിയുടെ ജീവനെ കുറിച്ചാ. കള്ളം പറയാൻ എനിക്ക് പറ്റില്ല. ആ കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചയക്കുന്ന പെൺകുട്ടികൾ അധികകാലം ജീവിക്കില്ല. അവിടുത്തെ ഒരു പുരുഷനും താൻ വിവാഹം ചെയ്ത ആദ്യ ഭാര്യയുമായി അധികം ജീവിച്ചിട്ടില്ല. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഞാൻ പറയേണ്ടതുണ്ടോ? വേണ്ട തിരുമേനി. റിങ് ചെയ്യുന്നുണ്ട്. ഹലോ മമ്മി. നീ ഇതെവിടെയാ മോളെ? ഇത്ര നേരമായിട്ട് വിളിക്കാതിരുന്ന എന്താ? മോക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? സോറി മമ്മി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനും നവീനും തിരിച്ചു വന്നോണ്ടിരിക്കാം. എവിടെയായിരുന്നു നിങ്ങള്? ഈ നേരം വരെ ഫോൺ ഓഫ് ആയിരുന്നെന്താ? എന്താ സംഭവിച്ചേ? മമ്മിയുടെ ടെൻഷനൊക്കെ ഞാൻ അവിടെ വന്നിട്ട് അവസാനിപ്പിക്കാം. ഞങ്ങള് ചെറിയൊരു അപകടത്തിൽപ്പെട്ടതാ. എന്താ അപകടം? അതൊക്കെ ഞാൻ അവിടെ വന്നിട്ട് പറയാം. ശരി, ഒന്ന് പെട്ടെന്ന് വാ. മമ്മി അല്പം ടെൻഷനിലാ. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. നിങ്ങൾ തമ്മിലുള്ള റിലേഷന്റെ ഡെപ്ത് എന്താണെന്ന് എനിക്കറിയാലോ. അപ്പൊ പൊന്നുമോളെ കുറച്ചു നേരത്തേക്ക് മിസ് ചെയ്താലോ? മമ്മിക്ക് എല്ലാം ഞാനാ. മമ്മി ചിരിക്കണമെങ്കിൽ എന്റെ മുഖത്ത് ചിരി ഉണ്ടാവണം.